ഇതെങ്ങനെ സത്യാമ്മയുടെ സമയദോഷം മാത്രമാണെന്ന് പറയല്ലേ? എന്നാ പിന്നെ എത്രയോ വർഷങ്ങളായി സത്യാമ്മ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്നത്. അന്നൊന്നും ഇങ്ങനെ സംഭവിച്ചിട്ടില്ലല്ലോ. പിന്നെ എന്തുകൊണ്ടാ ഇപ്പം മാത്രം സംഭവിച്ചത്? അതിന്റെ കാരണം എന്താ? നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പക്ഷേ ഞാൻ ചിന്തിച്ചു. എന്തോടെ കളി ചിന്തിക്കുന്നേ? അത് പറ. എന്റെ രാഘവൻ സാറ് ഇതും ഇതിന്റെ അപ്പുറവും സംഭവിക്കും. കാരണം കാളസർപ്പദോഷം എന്ന് കേട്ടിട്ടുണ്ടോ? രാഘുവിനും കേതുവിനും ഇടയിലായിട്ട് എല്ലാ ഗ്രഹങ്ങളും വരുന്ന ഒരു അവസ്ഥയാണിത്. ഈ കൊച്ച അങ്ങനെ വല്ല സമയത്തുമാണ് ജനിച്ചതെങ്കിൽ നിൽക്കുന്ന വീട് മുടിയും. വീട്ടിലുള്ളവർ പരസ്പരം തമ്മി തല്ലി തീരും. ഇല്ലെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ആ കുഞ്ഞിനെ കൈകൊണ്ട് തൊട്ട ഉടനെ സത്യാമ്മയ്ക്ക് കോടതിയിൽ കയറേണ്ടി വന്നില്ലേ? തിരികെ വന്നപ്പോഴും അപകടം പറ്റിയില്ലേ? ഇതിനെ പ്രസവിച്ച ഇതിന്റെ തള്ളയ്ക്ക് സ്വസ്ഥതയുണ്ടോ? ഞാനിത് പറഞ്ഞപ്പോ ശാലിനി കുഞ്ഞിന് ഇഷ്ടപ്പെട്ടില്ല. എന്നാലും ഞാൻ പറയും, ഈ വീട്ടിലെ ഉപ്പും ചോറും നിന്നാ ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളത്. ആ നന്ദി എനിക്ക് ഈ വീട്ടിലുള്ളവരോട് കാണിക്കണം. ഈ വീട്ടിലുള്ളവർ തന്നെ ഇതിനൊരു പരിഹാരവും കാണണം. ഇക്കാര്യത്തിൽ ഞങ്ങൾ എന്ത് ചെയ്യണമെന്നാ പിള്ള പറയുന്നത്? സത്യാമ്മ തന്നെ ശാലിനി കുഞ്ഞിനോട് പറയണം, കുഞ്ഞിനെ ഗോപാലകൃഷ്ണൻ സാറിന്റെ അടുത്ത് തന്നെ തിരിച്ചേൽപ്പിക്കണമെന്ന്. ഈ കുഞ്ഞു മൂലമുള്ള ബുദ്ധിമുട്ട് ഇവിടെ എല്ലാവർക്കും ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്കിവളെ കളയാൻ പറ്റില്ലല്ലോ. ശാരികജി ഹോസ്പിറ്റലിൽ നിന്നൊന്ന് വന്നോട്ടെ. അതുവരെ മോളെ ഇവിടെ നിർത്തുകയല്ലാതെ എനിക്ക് വേറൊരു മാർഗവും ഇല്ല. അല്ല മോളെ, ഗോപാലകൃഷ്ണന് അച്ഛൻ കൊണ്ടുപോയിട്ട് എങ്ങനെയാ അച്ഛാ? കുഞ്ഞിനെ നോക്കണമെങ്കിൽ ശ്യാമ നോക്കണ്ടേ? ശാലിനിയെ പോലെ തന്നെ ഇവളെ നോക്കേണ്ട ഉത്തരവാദിത്വം ശ്യാമയ്ക്കുണ്ട്. പിന്നെ ഇവള് നിൽക്കേണ്ടതും ആ വീട്ടിലല്ലേ ശാലിനി? അതെ, ആ വീട്ടിൽ തന്നെയാ നിൽക്കേണ്ടത്. പക്ഷെ ശ്യാമയുടെ ഇപ്പോഴത്തെ അവസ്ഥയില് എന്ത് ധൈര്യത്തിലാ ഞാൻ മോളെ അവിടെ നിർത്തുക? മനസ്സിന്റെ താളം തെറ്റി മോളെ കൊല്ലാൻ നടക്കുന്നവർക്ക് മുന്നിൽ എനിക്കിവളെ ബലി കൊടുക്കാനാവില്ല. എല്ലാവരും കുറച്ച് ദിവസത്തേക്ക് എന്നോട് ക്ഷമിക്ക്. അത് മാത്രമേ എനിക്കിപ്പോ പറയാൻ പറ്റൂ. ഇനിയിപ്പോ എന്താ ചെയ്യൂടോ? ഇയാള് പറഞ്ഞൊക്കെ സത്യമാണെങ്കിൽ പിന്നെ രാഘവേട്ട, മനസ്സിലൊരു തോന്നലുണ്ടായ പിന്നെ സംഭവിക്കുന്ന അനിഷ്ടങ്ങളെല്ലാം അതിന്റെ ദോഷങ്ങളാണെന്ന് തോന്നും. എന്തായാലും നോക്കട്ടെ ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോന്ന്. അങ്ങനെ എന്തെങ്കിലും വന്നാൽ നമുക്ക് വേണ്ടത് ചെയ്യാം.